ഹലോ എവ്രി വൺ, ഞങ്ങൾ ഈയിടെ ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൽ ഒരാഴ്ചത്തെ ക്യാമ്പർ വാൻ ട്രിപ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ക്യാമ്പർ വാൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഓക്ലൻഡിൽ പുക്കീനോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മെക്രൻഡിൻ്റെ ക്യാമ്പർ വാനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരാഴ്ചത്തേക്ക് ഏകദേശം $1,410 ന്യൂസിലൻഡ് ഡോളേഴ്സായി. ഇത് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് കംഫർട്ട് ലക്ഷറി ക്യാമ്പർ വാനാണ്. ഇത് 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക് പെർഫെക്റ്റ്ലി ലക്ഷറിയാണ്. അപ്പം ഞങ്ങൾ 2 കിഡ്സാണ് ഫാമിലി. അപ്പം ഞങ്ങൾക്കിത് എന്താ പറയുക, മോർ ദാൻ ഇനഫ് ആയിരുന്നു. ഇത് കുക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ സിങ്ക്, പിന്നെ സ്റ്റൗ ടോപ്പ്, അത് ഇലക്ട്രിക് അല്ല, ഗ്യാസ് സ്റ്റൗ ടോപ്പാണ്. ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗ്യാസിലാണ്. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ വരെ ഇൻക്ലൂഡഡ് ആണ് ഈ ക്യാമ്പർ വാൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ. അപ്പം ഗ്യാസ് കാര്യങ്ങളൊക്കെ ക്യാമ്പർ വാൻ്റെ പുറത്തായിരിക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ക്യാമ്പർ വാനിലെ ഹീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി, ക്യാമ്പർ വാനിലെ ഇലക്ട്രിസിറ്റി ക്യാമ്പർ വാൻ റൺ ചെയ്യുമ്പോൾ അത് ചാർജ് ആവും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ഷവർ ഏരിയ ആണ്. ഇത് ഫ്രിഡ്ജാണ്, നല്ല അത്യാവശ്യം വലിയ ഫ്രിഡ്ജാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന മറ്റേ ഹീറ്റിംഗ് അങ്ങനത്തെ ഓപ്ഷനൊക്കെയാണ്. ഇത് ടോയ്ലറ്റ് വാഷ് ബേസിനാണ്. ഇത് ആണ് മോസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ. ഒരു ക്വീൻ സൈസ് ബെഡ് ആണ് ഇതിലുള്ളത് പുറകിലായിട്ട്. ഇതിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ കബേർഡ്സ് കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ ഇത് ഞങ്ങൾ ആക്ച്വലി ചെയ്തത്, ഞങ്ങൾ ലഗേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കബേർഡ്സിൽ ഞങ്ങളിങ്ങനെ മടക്കി വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ ബെഡ്. മറ്റേ നേരത്തെ കാണിച്ച ക്വീൻ സൈസ് ബെഡ് അല്ലാതെ ഈ ഒരു അഡീഷണൽ ബെഡും കൂടെ ഉണ്ട്. ഇത് നമ്മൾ താഴ്ത്താം, ലോവർ ചെയ്യാം. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യാത്ത ടൈമിലാണ് ഇത്, രാത്രി നമ്മളിത് ലോവർ ചെയ്യാം, അല്ലാത്ത സമയത്ത് ഇത് പൊക്കി വയ്ക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ 2 സൗകര്യങ്ങളുണ്ട്. കിഡ്സ് 2 പേരും സൂപ്പർ എക്സൈറ്റഡ് ആണ് ട്രിപ്പിന്. അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്തൊക്കെ വെച്ചു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്ലൻഡിൽ നിന്ന്. ഇവിടെയാണ് TV ഉള്ളത്. നമുക്ക് TV കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഞങ്ങൾ എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വൈഫൈ അഡീഷണൽ ആയിട്ട് മേടിച്ചു. അപ്പോൾ അത് ഏകദേശം $19 പെർ ഡേ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് TV അങ്ങനെ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റും ഒക്കെ അത് വെച്ച് ഓടും. ഫ്രിഡ്ജിൽ ഞാനെല്ലാം സ്റ്റോർ ചെയ്തു. കിച്ചൺ അങ്ങനത്തെ കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ സ്റ്റോർ ചെയ്തു. നോക്കി എന്തോരം സ്റ്റോറേജ് സ്പേസ് ആണെന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും ഒരു വീട് പോലെ തോന്നും ഈ ക്യാമ്പർ വാനിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സ്പേസിൽ എങ്ങനെ ഡിസിപ്ലിനായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ സ്വയം പഠിക്കുക മാത്രമല്ല, നമ്മൾ പിള്ളേരെയും കൂടെ അതെല്ലാം പഠിപ്പിക്കുകയാണ് ആ ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലൈഫിൽ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓൾ ഗുഡ് ടു ഗോ. ഞങ്ങൾ മെക്രൻഡിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ക്യാമ്പർ വാൻ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തവർ ബാക്കി ചെക്സ് ഒക്കെ കഴിഞ്ഞു, എല്ലാം പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ക്യാമ്പർ വാൻ ഡീസലിലാണ് ഓടുന്നത്. അപ്പോൾ ഫ്യൂവലും ഒരുപാട് ചിലവ് വരില്ല. ഞങ്ങൾ ഏകദേശം 1000+ കിലോമീറ്റേഴ്സ് ഓടിയിട്ട് ഏകദേശം $200 ആയുള്ളൂ ഫ്യൂവലിന്. ഞങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പ് ഓക്ലൻഡ്, ടോപ്പു, പിന്നെ ടുറങ്കി, ഫക്കപ്പാപ്പ, വങ്കനൂയി, then ഹവറ and then മക്കാവ്, then back to ഓക്ലൻഡ്. അങ്ങനെ ഒരാഴ്ചത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരും വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാമ്പർ വാൻ. കണ്ടില്ലേ എന്ത് സ്പേഷ്യസ് ആണ്. അപ്പം നിങ്ങൾ ക്യാമ്പർ വാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യാമ്പർ വാൻ ട്രിപ്പ്. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി, സേഫായിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. ഇത് ആക്ച്വലി ഈസിയാണ്, കാറിനേക്കാളും ഡ്രൈവ് ചെയ്യാൻ ഈസിയാണ്. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്, മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആണ്. ഞാനും ഡ്രൈവ് ചെയ്തതാണ് ക്യാമ്പർ വാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിലും കൂടെയാണ് പറയുന്നത്. ഇത് വളരെ ഈസിയാണ്, വളരെ കംഫർട്ടബിൾ ആണ്. നമ്മൾ ഒട്ടും ടയേർഡ് ആവില്ല. കാറിനെ അപേക്ഷിച്ച് അത്ര ടയേർഡ് ആവില്ല ക്യാമ്പർ വാനിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. വാച്ച് ദിസ് സ്പേസ്. താങ്ക് യു.